നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീന ഭയന്നു. അവർക്ക് ഈ കളി കളിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പഴയ 6-1 തോൽവി അവരെ വേട്ടയാടുന്നു. ഇത്തരത്തിലുള്ള നറേറ്റീവ്സാണ് ഫൈനലിസിമ ക്യാൻസൽ ചെയ്തതിന് പിന്നാലെ സ്പാനിഷ് മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് അർജൻറ്റീനയ്ക്ക് ഈ കളി കളിക്കാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ യുവേഫ മുന്നോട്ട് വെച്ച ഒരു ഓൾട്ടർനേറ്റീവ്സും അവർക്ക് സ്വീകാര്യമല്ലാതെ പോയതെന്ന്. യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കണ്ടല്ലോ. യുവേഫ പറയുന്നത് അവർ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒന്നും അർജൻറ്റീന സമ്മതിച്ചില്ല എന്നാ. അതായത് ഒന്ന് സാന്റിയാഗോ ബെർണാബുവിൽ നടത്താൻ വേണ്ടി പ്രപ്പോസ് ചെയ്തു, പറ്റില്ലെന്ന് അർജൻറ്റീന പറഞ്ഞു. ഹോം അഡ്വാൻറ്റേജിൻ്റെ വിഷയം പറഞ്ഞിട്ട് അതിന് 50-50 സപ്പോർട്ടേഴ്സ് സ്പ്ലിറ്റ് വരെ തങ്ങൾ ഓഫർ ചെയ്തു, പക്ഷേ അർജൻറ്റീന സമ്മതിച്ചില്ല. അടുത്തായിട്ട് 2 ലെഗ് മത്സരങ്ങൾ നടത്താം. ഒന്നിപ്പോൾ മാർച്ച് 27 ബെർണാബുവിൽ നടക്കട്ടെ, പിന്നെ ഒരിക്കൽ ബ്യൂണസ് അയേഴ്സിൽ പോയി 2ാം ലെഗ് കളിക്കാം വേൾഡ് കപ്പിന് ശേഷം എന്നുള്ളൊരു ഓഫർ വെക്കുന്നു. അതും അർജൻറ്റീന നിരസിച്ചു. വേണ്ട, മാർച്ച് 30 കളിക്കാമെന്ന് പറഞ്ഞു. അതും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് മാർച്ച് 31 അർജൻറ്റീന മുന്നോട്ടേക്ക് വെച്ചത്. അത് വർക്കബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരുന്നില്ല എന്നൊക്കെയാണ് യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. മുഴുവൻ കുറ്റവും അർജൻറ്റീനയുടെ തലയിൽ ചാരുന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ചൂട് പിടിച്ച് തന്നെയാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അവരെടുത്ത് പറയുന്നത് 6-1 തോൽവി മുമ്പ് 2018 വേൾഡ് കപ്പിന് മുമ്പത്തെ സംഭവമാണ്. സ്പെയിനെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ പോയിട്ട് അർജൻറ്റീന 6-1 തോറ്റിരുന്നു. അത് അവരെ ആ വേൾഡ് കപ്പിലെ പ്രകടനത്തെ മോശമായി ബാധിക്കാൻ കാരണമായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു കളി കളിക്കണ്ട എന്ന് സ്കലോനിക്കും മെസ്സിക്കും അത്തരത്തിലൊരു താല്പര്യമുണ്ടായിരുന്നു എന്നുകൂടി ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സംഗതി സ്കലോനി നേരത്തെ പറഞ്ഞാണ് മാർച്ചിൽ ഇങ്ങനെ ഫൈനലിസിമ കളിക്കുന്നതിൽ താല്പര്യമില്ല എന്ന്. അത് പക്ഷേ ഇങ്ങനെ പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ വങ്കത്വമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഇത്തരം ഹൈ പ്രൊഫൈൽ മത്സരങ്ങളൊക്കെ അതിൻ്റെ മുമ്പേ നടക്കേണ്ടതാണ്. വേൾഡ് കപ്പിന് തൊട്ടരികിൽ വെച്ച് അങ്ങനത്തെ കളി കളിക്കുന്നതിൽ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. AFAയും കോൺമെബോളും യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ ഫ്യൂരിയസ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റൊക്കെ റിലീസ് ചെയ്തു എന്നല്ലാതെ നേരത്തെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതിനെക്കുറിച്ചൊന്നും AFAയോടോ കോൺമെബോളിനോടോ യുവേഫ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. യുവേഫ എല്ലാം തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു എന്നുള്ള ഒരു ഫ്യൂരിയസ്നെസ് മറുഭാഗത്ത് കോൺമെബോളിനും AFAയ്ക്കും ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. അത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ മറുപടിയും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ബെൻ ജേക്കബ്സ് സ്പാനിഷ് മാധ്യമങ്ങളുടെ നറേറ്റീവ് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഫൈനൽസിമ മത്സരം നടക്കാതെ പോകാൻ എന്തൊക്കെ പ്രപ്പോസൽ വെച്ചിട്ടും അർജൻറ്റീന റിജക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം കോച്ച് ലയണൽ സ്കലോനി ഈ കളി കളിക്കണ്ട റിഫ്യൂസ് ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സോഴ്സസ് മറ്റൊരു കാര്യം കൂടി ക്ലെയിം ചെയ്യുന്നുണ്ട്. ലയണൽ മെസ്സിക്കും ഇങ്ങനെ യുവേഫ മുന്നോട്ട് വെച്ച ഈ കണ്ടിജൻസി പ്ലാൻസിനോട് എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് കളിക്കാൻ തയ്യാറായിരുന്നില്ല. അർജൻറ്റീന സ്പെയിനിനോട് 2018 വേൾഡ് കപ്പിൻ്റെ തൊട്ട് മുമ്പ് 6-1 പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ കോച്ചിങ് സ്റ്റാഫ് മനസ്സിലാക്കുന്നത് അത് ആ ടൂർണമെൻറ്റിലെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പിനായിട്ടുള്ള അവരുടെ പ്ലാനിങ്ങിന്, ഒറിജിനൽ പ്ലാനിങ്ങിന് ഒരു ഡിസ്റപ്ഷൻ വരുത്താൻ അവരിപ്പോൾ തയ്യാറല്ല. 2 ലെഗ്ഡ് മത്സരങ്ങൾ കളിക്കാൻ അവരെന്തായാലും തയ്യാറല്ല. 2ാം ലെഗിനെ കുറിച്ച് ഒരു കൺഫർമേഷനുമില്ല. പിന്നെ കാര്യങ്ങൾ വേറെ AFAയുമായി ബന്ധപ്പെട്ടിട്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഓടിക്കുന്നത്. അതായത് AFAയ്ക്ക് ഫുൾ ഫീ ആവശ്യമായിരുന്നു. ഈ ഒരു ഫിക്സർ റീഅറേഞ്ച് ചെയ്തിട്ട് ഖത്തറിൽ നിന്ന് ഫിക്സർ റീഅറേഞ്ച് ചെയ്തെങ്കിലും മുഴുവൻ പൈസ വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അതായത് 80,000 ടിക്കറ്റ്സ് ഓൾറെഡി ഖത്തറിൽ വിറ്റഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നല്ല സ്പോൺസർഷിപ്പ് മണിയും കിട്ടിയിരുന്നു. അപ്പോൾ അതല്ല ഇവിടെ ബെർണാബുവിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുക. അർജൻറ്റീനയ്ക്കും സ്പെയിനും കുറഞ്ഞ തുകയെ ലഭിക്കുകയുള്ളൂ. സ്പെയിൻ എല്ലാറ്റിനും ഫ്ലെക്സിബിൾ ആയിരുന്നു. 2 പ്രപ്പോസലിനും അവർ റെഡി ആയിരുന്നു. പക്ഷേ അർജൻറ്റീന ഒന്നിനും തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ ബെൻ ജേക്കബ്സും പറയുന്നത്. സ്പാനിഷ് മാധ്യമങ്ങളുടെ നറേറ്റീവും അത് തന്നെയാണ്. ഏതായാലും മറുഭാഗത്ത് AFAയും കോൺമെബോളും ഒക്കെ എന്ത് പ്രതികരണവുമായിട്ട് വരും കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.